இந்த அவார்டு வந்து மோகன்லால் சார் கையில் வாங்குறது வந்து எவ்வளோ பெருமைனா ஒரு இந்தியாவின் பெருமை, கேரளாவின் சொத்து. உலக அளவில் ஒரு 10 சிறந்த நடிகர் இருப்பாங்க அப்படின்னா அதில் நம்ம இந்தியாவிலேருந்து நிச்சயமாக போகக்கூடிய மோகன்லால் சாரோட படங்கள் பார்க்கும்போது வந்து ஒரு மியூசிக் மாதிரியே இருக்கும். அவரோட பாடி லாங்குவேஜ், அவரோட விரல்கள் பேசும், கட்டவரல் பேசும், ஒரு நக்கிள்ஸ் பேசும், எல்போ பேசும், டயலாக் மாதிரியே அவரோட பாடி லாங்குவேஜும் அழகா இருக்கும். மோகன்லால் மாதிரி ஒரு நடிகரை கேட்க விரல் விட்டுலாம் என்ன முடியாது. For me to work with Mohanlal Saab would be one of the greatest achievements that I can ever do. I have huge amount of respect for Mohanlal Saab. മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്ടറുടെ ആക്ടറാണ്. 100% നമുക്കൊക്കെ അറിയില്ലേ ഡയറക്ടറുടെ ആക്ടറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ചിലപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്ത് ലാല് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഡയറക്ടറുടെ ആക്ടർ എന്ന് തന്നെ ലാലിന് പറയേണ്ടി വരും. മോഹൻലാലാണോ നല്ല നടൻ മമ്മൂട്ടിയാണോ? അപ്പൊ ഞാൻ പറയുന്ന സംശയം എന്താ, മമ്മൂട്ടി. കാരണം എന്താ, ഞാൻ പറയും 7 നമ്പറുകൾ കൈവശമുള്ള മോഹൻലാലിന്റെ അടുത്ത് വെറും 1-2 നമ്പർ വെച്ച് അടിച്ചു നിൽക്കുന്നില്ല ഇദ്ദേഹം. കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നടൻ ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാൽ. മോഹൻലാൽ ഈസ് എ born actor. பாம்பேக்கு போறேன், ஆந்திராக்கு போறேன், நிறைய ஊர் சுத்தி இருக்கேன். அங்க கூட அவங்க எல்லாம் மோகன்லால் சார் பத்தி பேசிட்டு இருப்பாங்க. என்ன ஒரு ஆக்டர், இப்படி பண்றாரு எங்கால ரோல் ஆக்ஷன் ஒட்டனே மாறி அந்த கண்ணுல முகத்துல என்ன மாதிரி ப்ரொஃபஷன். அவங்க மிகப்பெரிய அனுபவம், என்னால அது சொல்ல முடியாத ஒரு விஷயங்கள். அது இந்த மாதிரி நீங்க யாரோட காஃபி குடிக்கலாம், நம்மளை பத்தி நிறைய விஷயங்கள் தெரிஞ்சுக்கலாம், கேட்டு தெரிஞ்சுக்கலாம். நீங்க யாரு நினைப்பீங்க? மோகன்லால் சார். மோகன்லால் சார். வை மோகன்லால் சார்? அவர்கிட்ட நிறைய இருக்கு. I always admire Mohanlal acting skills, Mohanlal charisma and flexibility. I also admire his charity and social activities. Nipo Monadinesha. മോഹൻലാല് പാട്ടുകൾക്ക് ചുണ്ടനക്കുമ്പോൾ അവിടെ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു, സർവ്വ പാട്ടുകാരെ മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാടുന്നത് നമുക്ക് തോന്നിപ്പോറുണ്ട്. ഇത് സത്യമാണ്. മില്ലിനിയത്തിന്റെ സിനിമയായി, മില്ലിനിയം ഫിലിമായി പ്രഖ്യാപിച്ച ഷോലെ 2ാമതും നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാന കഥാപാത്രമായ സഞ്ജീവ് കുമാർ ചെയ്ത വേഷം ആര് ചെയ്യും എന്നുള്ളതായിരുന്നു ബോളിവുഡിലെ ഏറ്റവും വലിയ തർക്കം. അവര് പറഞ്ഞു ഒരേ ഒരു നടന് മാത്രമേ അത് കഴിയുകയുള്ളൂ ഇന്ത്യയിൽ, അദ്ദേഹം ചെയ്താൽ മാത്രമേ ആ ചിത്രം എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഷോലെ 2ാമത്. ദാറ്റ് ഈസ് അവർ മോഹൻലാൽ. ഏത് വേഷവും അങ്ങിൽ നിന്ന് മുതൽ ഇന്ന് വരെയുള്ള വേഷം എന്നുള്ള കഥാപാത്രം ചിന്തിച്ചാൽ നിങ്ങൾക്ക് വില്ലൻ വേണോ, കോമഡി കഥാപാത്രങ്ങൾ വേണോ, ക്യാരക്ടർ കഥാപാത്രങ്ങൾ വേണോ, എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന, വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന മലയാള സിനിമയുടെ അഭിമാനമാണ് എന്ന് ഞാൻ പറഞ്ഞു. ലാലിന്റെ പിറകെ ഓടിയെത്താൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ള കുറ്റബോധം കൂടെ ഇവിടെ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു പുതുമുഖമായ ആളിനെ വെച്ച് പരീക്ഷിക്കരുതെന്നുള്ള എതിർപ്പുമുണ്ടായിട്ട് ഞാനൊരു നിഷ്ഠയോടുകൂടി തന്നെ, കാരണം എനിക്ക് എന്റെ മുറിയിലേക്ക് കയറി വന്ന മോഹൻലാലിനെ കണ്ടപ്പോ അന്ന് മോഹൻലാലിന്റെ ഈ ചരിവിന്റെ വില അന്ന് ഞാൻ മനസ്സിലാക്കിയവരാണ്. Best actors I believe in the country is a gentleman called Mohanlal. I think he's just outstanding and so much to learn from him.
25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും.